നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ. മേര യുവ ഭാരത് എന്നാണ് പുതിയ പേര്. 1972 നെഹ്റു യുവകേന്ദ്ര പ്രവർത്തനം തുടങ്ങിയത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ആദ്യ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള നെഹ്റു യുവകേന്ദ്ര 72 പ്രവർത്തനം തുടങ്ങിയതാണ്. ഇപ്പോൾ പേരുമാറ്റം അവിടെയും ചെന്നെത്തിയിരിക്കുന്നു. തീർച്ചയായും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വന്ന നെഹ്റു യുവകേന്ദ്ര ഈ യുവാക്കളുടെ കായികക്ഷമത, അതുപോലെ തന്നെ ഈ സ്വഭാവം അടക്കമുള്ള നിരവധിയായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചു വന്നത്. 1972 ഇത്തരമൊരു മിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് ഈ ഗ്രാമങ്ങളിലടക്കം നെഹ്റു യുവകേന്ദ്ര അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ അടക്കമുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ഈ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് നെഹ്റു യുവകേന്ദ്രയുടെ അടക്കം പ്രവർത്തനങ്ങളടക്കം സജീവമായിരുന്നു. ഈ നെഹ്റു യുവകേന്ദ്രയുടെ പേരാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇതിൽ മേര യുവ ഭാരത് എന്നതാണ് ഹിന്ദി നാമകരണമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. മൈ ഭാരത് എന്ന ഇംഗ്ലീഷ് നാമകരണം കൂടി ഇതിന്റെ ഭാഗമായി തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് പൊടുന്നനെയുള്ള പേരുമാറ്റം എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ കോർഡിനേറ്റർമാർക്കും അതുപോലെ തന്നെ സംസ്ഥാന നോഡൽ ഓഫീസർമാർക്കും ഒരു നിർദ്ദേശമായി എത്തുകയും ലോഗോ അടക്കം മാറ്റാനുള്ള ഉത്തരവ് വരികയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നെഹ്റു യുവകേന്ദ്രയുടെ ഉത്തരവിലും അതുപോലെ തന്നെ ഈ ലോഗോയിലും അടക്കം ഈ പേരുമാറ്റം പ്രകടമാണ്. നമുക്ക് കാണുന്നതനുസരിച്ചാണെങ്കിൽ മേര യുവ ഭാരത് എന്നതാണ് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ കൗൺസിലുകളുടെ പേര് ഈ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഈ FB പേജുകളിലും അടക്കം ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ളത്. പേരുമാറ്റത്തിന് പിന്നിലുള്ള കാരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അതേസമയം എന്താണ് ഇതിന്റെ നിലപാട് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പേരുമാറ്റത്തിന് പിന്നിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഈ പൊടുന്നനെയുള്ള പേരുമാറ്റം അത് എന്തുകൊണ്ടാണ്, രാഷ്ട്രീയപരമായ നീക്കമാണ് ഈ പേരുമാറ്റത്തിന് പിന്നിൽ എന്നുള്ളതാണ് നിലവിൽ ആരോപിക്കപ്പെടുന്നത്. ഇതിലിപ്പോൾ ഈ തീരുമാനം അത് നടപ്പിലാക്കപ്പെട്ടോ അരുൺരാജ്? അനുജ, ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലകളിൽ നിന്നുള്ള ഈ ജില്ലാ ഓഫീസർമാർ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മേര യുവ ഭാരത് എന്നതാണ് ഇപ്പോൾ ഹിന്ദി നാമകരണമായി ഈ ഓഫീസുകളിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ലോഗോയടക്കം പുതുതായി തയ്യാറാക്കിയ ലോഗോ അടക്കം തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് താഴെത്തട്ടിൽ ഇനി എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ പ്രവർത്തനം മാറാൻ പോകുന്നത് എന്നീ സംബന്ധിച്ച ഗൈഡ് ലൈൻ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ജില്ലാ കോർഡിനേറ്റർമാർ അവരുമായി സംസാരിക്കുമ്പോൾ അവർ നൽകുന്ന വിവരം. എന്തായാലും ഇതിൽ ജില്ലാ കോർഡിനേറ്റർമാർക്കടക്കം കടുത്ത എതിർപ്പാണുള്ളത്. കാരണം രാഷ്ട്രീയപരമായി ഈ സംഘടനയെ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഒരു തരത്തിലും ശരിയല്ല. കാരണം കഴിഞ്ഞ ഇത്രയും നാളുകളായി രാഷ്ട്രീയത്തിനപ്പുറമായി രാജ്യത്തെ യുവാക്കളെ സംഘടിപ്പിച്ച് ഒരു ഏകീകൃത സ്വഭാവത്തോടെ ഈ സംവിധാനത്തെ രാജ്യ താല്പര്യത്തിനായി കൊണ്ടുപോകുന്ന സംഘടനയാണ് നെഹ്റു യുവകേന്ദ്ര. അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയം കലർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകരുടെ ഭാഗമായി നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. മേര യുവ ഭാരത് എന്നാണ് പുതിയ പേര്. ലോഗോയും മാറ്റിയിരിക്കുന്നു. 72 മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള നെഹ്റു യുവകേന്ദ്രയുടെ പേരാണിപ്പോൾ മേര യുവ ഭാരത് എന്ന് മാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ജില്ലാ കോർഡിനേറ്റർമാർക്കുൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ട് എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു പേരുമാറ്റത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ നയിച്ചിരിക്കുന്നത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ.